السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعد. റഹീഖുൽ ഖുർആനിന്റെ 4ാമത്തെ സെഷനിലെ 1ാമത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫജ്റിലെ 5 വചനങ്ങളാണ് നാം പഠിക്കുന്നത്. നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ഫജ്രി വലയാലിൻ അശ്ർ والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر. ആദ്യമായി ഈ അധ്യായത്തിന്റെ സുപ്രധാനമായ 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തേത് വഹിയ മക്കിയത്തുൻ, അഥവാ ഈ അധ്യായം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റക്ക് മുമ്പ് മക്കയിൽ അവതീർണമായ അധ്യായങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, മുസ്ഹഫിൽ ഈ അധ്യായത്തിന്റെ തർത്തീബ് നോക്കുകയാണെങ്കിൽ 89ാമതായിക്കൊണ്ടാണ് സൂറത്തുൽ ഫജ്ർ ഉള്ളത്. മൂന്നാമത്തേത് സൂറത്തുൽ ഫജ്റിൽ 30 വചനങ്ങളാണ് ഉള്ളത് എന്നതാണ്. ഇനി നമുക്ക് 1ാമത്തെ വചനത്തിലേക്ക് കടക്കാം. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. അഥവാ ഈ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഭാതത്തെ കൊണ്ട് സത്യം ചെയ്ത് എന്തോ ഒരു കാര്യം ശേഷമുള്ള വചനത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ മനസ്സിലാക്കാം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫജ്റിനെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്. അഥവാ പ്രഭാതം തന്നെയാണ് സത്യം, പുലരി തന്നെയാണ് സത്യം. സ്വാഭാവികമായും അല്ലാഹു സത്യം ചെയ്ത് പറയുമ്പോൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും മറ്റുള്ള സമയങ്ങളിൽ നിന്നും സന്ദർഭങ്ങളിൽ നിന്നുമെല്ലാം ഫജ്റിന് അഥവാ പുലരിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാഷാപരമായി അതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ഒരു വെളിച്ചം അല്ലെങ്കിൽ ഒരു തിളക്കം എന്നൊക്കെ അർത്ഥമാണ് അതിന് നൽകപ്പെടുക. ഇവിടെ ഉദ്ദേശിക്കുന്നത് സൂര്യോദയത്തോടനുബന്ധിച്ച് കിഴക്കൻ ചക്രവാളത്തിൽ കാണുന്ന തിളക്കമുള്ള വെളിച്ചമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. ഫജ്ർ 2 രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടാറുള്ളത്. ഒന്നാമത്തേത് അൽ ഫജ്റു സ്വാദിഖ്, സാധാരണ രീതിയിൽ നമ്മൾ അനുഭവപ്പെടാറുള്ള സുബഹിയുടെ സമയത്ത് കാണാറുള്ള പുലരി, അതാണ് അൽ ഫജ്റു സ്വാദിഖ്. രണ്ടാമത്തേത് അൽ ഫജ്റുൽ കാദിബ്, സുബഹിയുടെ കുറച്ചധികം മുമ്പായിക്കൊണ്ട് ഒരു ചെറിയ രീതിയിൽ പുലരി നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അത് ശരിയായുള്ള പ്രഭാതമല്ല, അത് ചെറിയ രീതിയിൽ ഒരു വെളിച്ചം മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതിനെയാണ് അൽ ഫജ്റുൽ കാദിബ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടിന്റെയും ഇടയിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്ന വിധത്തിൽ 3 പ്രധാന വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തേത് അൽ ഫജ്റുൽ കാദിബ്, അത് പ്രത്യക്ഷപ്പെടുമ്പോൾ തെക്ക് വടക്ക് ഭാഗങ്ങളിലേക്ക് വിശാലമാകാതെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാത്രം നീണ്ടു കിടക്കുന്നതായി കാണാം. കുറച്ചു നേരം മാത്രമേ അത് ഉണ്ടാവുകയുള്ളൂ. അതാണ് അൽ ഫജ്റുൽ കാദിബ്. രണ്ടാമത്തെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ അൽ ഫജ്റു സ്വാദിഖ് പ്രത്യക്ഷപ്പെട്ടാൽ പിന്നീട് ഇരുട്ടുണ്ടാവുകയില്ല എന്നതാണ്. കാരണം അത് സാധാരണ രീതിയിലുള്ള പുലരിയാണ്. സൂര്യൻ ഉദിക്കുന്നത് വരെ പിന്നെ പ്രകാശം അധികരിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ അൽ ഫജ്റുൽ കാദിബ് അങ്ങനെയല്ല. ഫജ്റുൽ കാദിബിന് ശേഷം വീണ്ടും ഇരുട്ട് വരും. കാരണം അത് ശരിയായുള്ള പുലരിയല്ല. അതുകൊണ്ട് അതിനുശേഷം വീണ്ടും ഇരുട്ട് വരും. അപ്രകാരം ഇങ്ങനെ വന്നു പോകുന്നത് കൊണ്ടാണ് അതിനെ അൽ കാദിബ് എന്ന് വിളിക്കുന്നത്. കാദിബ് എന്ന് പറഞ്ഞാൽ വ്യാജൻ എന്നർത്ഥം. അപ്പോൾ അൽ ഫജ്റുൽ കാദിബ് എന്ന് പറഞ്ഞാൽ വ്യാജമായ പുലരി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫജ്റു സ്വാദിഖ് എന്ന് പറഞ്ഞാൽ ശരിയായുള്ള പുലരി. ഇനി മൂന്നാമത്തെ വ്യത്യാസം നോക്കുകയാണെങ്കിൽ അൽ ഫജ്റു സ്വാദിഖിന്റെ പ്രകാശം ചക്രവാളം വരെ എത്തുന്നതായിരിക്കും. എന്നാൽ അൽ ഫജ്റുൽ കാദിബിന്റെ പ്രകാശമാകട്ടെ അവക്കിടയിൽ ഇരുട്ടുകൾ ഉണ്ടായിരിക്കും. അതായത് ശരിയായുള്ള പ്രഭാതമല്ലാത്തതിനാൽ കുറച്ചു നേരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ള പ്രകാശമാകട്ടെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. ഫജ്ർ സ്വാദിഖിന്റെ പ്രകാശം അത് സാധാരണ രീതിയിൽ ഭൂമിയിലേക്കും മറ്റുള്ള എല്ലാ ഇടങ്ങളിലേക്കും പരന്നു കിടക്കുന്ന രീതിയിലായിരിക്കും. ഇവിടെ വൽ ഫജ്ർ എന്ന് പറയുന്ന ഈ ഒരു വചനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചത് അൽ ഫജ്റു സ്വാദിഖിനെയാണ്. പൊതുവെ ഫജ്ർ എന്ന് പറയുമ്പോൾ തന്നെ ഫജ്റു സ്വാദിഖാണ് ഉദ്ദേശിക്കപ്പെടാറുള്ളത്. അള്ളാഹുവിന്റെ കഴിവും ശക്തിയും പ്രകടമാക്കുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സാധ്യമാകുന്ന ഈ ഒരു പ്രതിഭാസത്തെ സംബന്ധിച്ച് അല്ലാഹു വിശുദ്ധ ഖുർആനിലെ മറ്റു പല സന്ദർഭങ്ങളിലും പറയുന്നുണ്ട്. സൂറത്തുൽ ഖസസിലെ 71ാമത്തെ വചനത്തിൽ നമുക്ക് കാണാം, ഖുൽ അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമത്തി മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ അഫലാ തസ്മഊൻ. അഥവാ ഖുൽ, പ്രവാചകരെ പറയുക, അറഅയ്തും ഇൻ ജഅലല്ലാഹു അലൈക്കുമുൽ ലൈല സർമദൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാൾ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് രാത്രി ഇങ്ങനെ തുടർത്തി തരികയാണെങ്കിൽ, ശാശ്വതമാക്കി തന്നിരുന്നുവെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബിദിയാഇൻ,
അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാത്ത മറ്റ് ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്ക് ഈ വെളിച്ചം കൊണ്ടുവന്ന് തരിക, നിങ്ങൾക്ക് പ്രകാശം കൊണ്ടുവന്ന് തരുന്നത് മറ്റേത് ആരാധ്യനായിരിക്കും? ഇങ്ങനെയൊക്കെയായിട്ടും അഫലാ തസ്മഊൻ, നിങ്ങൾ എന്തുകൊണ്ട് കേട്ട് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ? നമ്മൾ മനസ്സിലാക്കിയതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിന് മറ്റുള്ള കാര്യങ്ങളെക്കാൾ അധികം പ്രത്യേകതകളുണ്ട് എന്നത് വാസ്തവമാണ്. അതേ രീതിയിൽ ഫജ്റിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു മുസ്ലിമിന് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള 2 കാര്യങ്ങൾ ഫജ്ർ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി ആരംഭിക്കുന്നുണ്ട്. സാധാരണ രീതിയിൽ സുബ്ഹി നമസ്കാരം ആരംഭിക്കുന്നത് ഫജ്റിന്റെ പ്രത്യക്ഷപ്പെടലോടുകൂടിയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, നോമ്പിന്റെ സമയം ആരംഭിക്കുന്നതും ഫജ്ർ പ്രത്യക്ഷപ്പെടുന്നതോടുകൂടിയാണ്. ഇതൊക്കെ ആ ഒരു ഫജ്റിന്റെ പ്രത്യേകതയായിക്കൊണ്ട് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞതായി കാണാൻ കഴിയും. അതല്ലാത്തതുമായ ധാരാളം പ്രത്യേകതകൾ ആ ഒരു പ്രഭാത സമയത്തുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. ഇനി ഈ ആയത്തിന്റെ കീഴിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള അൽ ഫജ്ർ അത് ഏതെങ്കിലും ചില ദിവസത്തിലെ പ്രത്യേകമായിട്ട് അള്ളാഹു എടുത്തു പറഞ്ഞതാണോ, അതല്ല പൊതുവായ രീതിയിൽ പറഞ്ഞതാണോ എന്നതാണ്. 2 അഭിപ്രായങ്ങൾ തന്നെയാണ് ഇതിന്റെ കീഴിലുള്ളത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ള അൽ ഫജ്ർ എന്നുള്ളത് പൊതുവായ സ്വരത്തിൽ എല്ലാ ദിവസത്തെയും ഫജ്റിനെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അവിടെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഇത് ഏതൊക്കെയോ ചില പ്രത്യേക ദിവസങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണുള്ളത്. ശേഷം വരുന്ന വചനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ അത് നമുക്ക് അങ്ങനെ പ്രത്യേകമായുള്ള ദിവസത്തിലേക്ക് അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട് എന്ന ആശയം മനസ്സിലാക്കാവുന്നതാണ് എന്നതാണ്. അങ്ങനെ 2 അഭിപ്രായങ്ങളാണുള്ളത്. ഇതിൽ രണ്ടാമത്തെ അഭിപ്രായം എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകമായുള്ള ദിവസങ്ങളിലാണെന്ന് പറഞ്ഞു. അത് ഏതൊക്കെ ദിവസങ്ങളായിരിക്കും എന്ന ഒരു ചർച്ചയും ശേഷം കാണാൻ കഴിയും. അതിൽ വ്യത്യസ്ത തഫ്സീറുകളിലായിക്കൊണ്ട് ധാരാളം അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ഇമാം ഷൻഖീത്തി റഹ്മഹുല്ലയുടെ തഫ്സീറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. സുപ്രധാനമായ 2 അഭിപ്രായങ്ങളാണ് അദ്ദേഹം എടുത്തുദ്ധരിക്കുന്നത്. ഒന്നാമതായിക്കൊണ്ട് അദ്ദേഹം പറയുന്നത്, ഒരു അഭിപ്രായം അത് യൗമുൻ നഹറാണ്, അല്ലെങ്കിൽ ബലി പെരുന്നാൾ ദിവസത്തിലെ പുലരിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ അഭിപ്രായം, മുഹറം മാസത്തിലെ ആദ്യ ദിവസത്തിലെ പുലരിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. ഇങ്ങനെ 2 അഭിപ്രായങ്ങളാണ് അദ്ദേഹം എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. ഈ 2 അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇന്നാലിന്ന പ്രഭാതത്തെയാണ് അള്ളാഹു സൂചിപ്പിച്ചത് എന്ന് പ്രത്യേകമായ ഖണ്ഡിതമായ തെളിവുകളൊന്നും പ്രമാണങ്ങളിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷെ ശേഷമുള്ള വചനങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ആ വചനങ്ങളിൽ സൂചിപ്പിച്ച 10 രാവുകൾ, അഥവാ രണ്ടാമത്തെ ആയത്തിൽ വലയാലിൻ അഷർ എന്ന് പറയുന്നുണ്ട്, ആ 10 രാവുകളോട് യോജിച്ച് നിൽക്കുന്ന അഭിപ്രായം ഒന്നാമത്തതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാം. അഥവാ അൽ ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബലിപെരുന്നാൾ ദിവസത്തിലെ യൗമുൻ നഹറിലെ പുലരിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന സാരം. ഇപ്രകാരം ഇങ്ങനെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ തഫ്സീറുകളിൽ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന പാഠം കൂടി ഞാൻ ചേർത്ത് പറയാം. അതായത് ഒരിക്കലും തന്നെ വിശുദ്ധ ഖുർആനിന്റെ ഈ തഫ്സീറുകളിലുള്ള അഭിപ്രായങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നതല്ല, മറിച്ച് വിശുദ്ധ ഖുർആനിന്റെ വൈവിധ്യത്തെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരിക്കലും പരസ്പരം വൈരുദ്ധ്യമല്ല എന്ന അർത്ഥം. അഥവാ ഏത് അഭിപ്രായങ്ങൾ സ്വീകരിച്ചാലും ശരി, വിശുദ്ധ ഖുർആനിന്റെ വൈവിധ്യമാണ് അത് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആ രീതിയിലെല്ലാം വിശുദ്ധ ഖുർആനിനെ മനസ്സിലാക്കാം എന്ന ആശയമാണ് അതിലൂടെ നമ്മുടെ മനസ്സിൽ ഉദിക്കേണ്ടത്. അതല്ലാതെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയൊക്കെ വൈരുദ്ധ്യങ്ങളാണ്, എവിടെ നോക്കിയാലും ഖിലാഫാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. അപ്പോൾ ഈ അഭിപ്രായങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിന്റെ വൈവിധ്യങ്ങളായിക്കൊണ്ട് നാം മനസ്സിലാക്കുക. ഇനി 2ാമത്തെ വചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വലയാലിൻ അശ്ർ, അഥവാ 10 രാത്രികൾ തന്നെയാണ് സത്യം. വലയാലിൻ, രാത്രികൾ തന്നെയാണ് സത്യം. അശ്റിൻ, 10 രാത്രികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറയുകയാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ച ഈ 10 രാവുകൾ, 10 രാത്രികൾ, അത് ഏതാണ് എന്നതിൽ പ്രധാനമായും 2 അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചതായി കാണാം. ഒന്നാമത്തേത്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ 10 രാവുകളെയാണ് അള്ളാഹു അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന അഭിപ്രായമാണ്. ഇത് ഏറെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളുമാണ്. ഹദീസുകളിൽ ഇതിനെ സംബന്ധിച്ചുള്ള പ്രാധാന്യവും ശ്രേഷ്ഠതകളും ഒക്കെ പറഞ്ഞതായി നമുക്ക് കാണാൻ പറ്റും. ഇമാം അബൂദാവൂദ് റഹ്മഹുല്ലാഹ് ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല ഫീഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം
നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞു, മാ മിൻ അയ്യാമിൻ അൽ അമലു സ്സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്ർ. അഥവാ ഈ 10 ദിവസത്തേക്കാൾ ശ്രേഷ്ഠമാക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ മറ്റൊരു സൽക്കർമ്മവും തന്നെ ഇല്ല എന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, റസൂലേ വലൽ ജിഹാദു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഇത് ശ്രേഷ്ഠമാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതെ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ഇത് ശ്രേഷ്ഠമാണ്. പക്ഷേ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജഅ മിൻ ദാലിക ബിശൈഇൻ. ഒരു മനുഷ്യൻ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് വേണ്ടി പുറപ്പെട്ടു, പക്ഷെ പിന്നീട് അവന്റെ ശരീരമോ അല്ലെങ്കിൽ അവന്റെ സമ്പത്തോ ഒന്നും തന്നെ തിരിച്ചു വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനേക്കാൾ അപ്പുറം ഇതെത്തുകയില്ല. അത് ആ മനുഷ്യൻ തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അതല്ലാത്ത രീതിയിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഈ 10 ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത് ലയാലിൻ അശ്ർ, 10 രാവുകളെ സംബന്ധിച്ചാണ്. എന്നാൽ ഹദീസിലാകട്ടെ അൽ അയ്യാമുൽ അശ്റാണ്, 10 പകലുകളെ സംബന്ധിച്ചാണ് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം യൗമുൻ എന്ന ഒരു പദം നോക്കാം. യൗമുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ബഹുവചനമാണ് അയ്യാം എന്നുള്ളത്. അതിന്റെ അർത്ഥം പകൽ എന്നാണ്. അതേപോലെ തന്നെ ലൈലത്തുൻ എന്ന് പറഞ്ഞാൽ രാത്രി, അതിന്റെ ബഹുവചനമാണ് ലയാലി എന്നുള്ളത്. അതിന്റെ അർത്ഥം രാത്രി എന്നാണ്. അത് ഖാസായിക്കൊണ്ട് പ്രത്യേകമായിക്കൊണ്ട് അങ്ങനെ പ്രയോഗിക്കാറുണ്ട്. എന്നാൽ അറബിയിൽ ഇത് രണ്ടിനെയും, യൗമി എന്ന പദത്തെയും അല്ലൈലത്തി എന്ന പദത്തെയും ഒക്കെ ദിവസം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ ഒരു ആശയത്തിലാണ് പണ്ഡിതന്മാർ ഇപ്രകാരം ഈ ഹദീസ് ഈ ഒരു സന്ദർഭത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ആയത്തിൽ പറഞ്ഞ വലയാലിൻ അശ്ർ എന്നുള്ളത് ഈ 10 ദിവസങ്ങളാണ് എന്ന ആശയവും ഈ ഒരു അർത്ഥത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഹദീസ് പ്രകാരം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങളാണ് ഈ വചനത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലയാലിൻ എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന്. രണ്ടാമത്തെ അഭിപ്രായം, റമദാനിലെ അവസാന 10 രാവുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലയാലിൻ അശ്ർ എന്ന പ്രയോഗത്തിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ്. കാരണം ലയാലിൻ എന്നതിന് അറബിയിൽ രാത്രി അല്ലെങ്കിൽ രാവ് എന്നൊരു പ്രത്യേക അർത്ഥമുള്ളതിനാൽ അവിടെ അതിനെ അൽ യൗമി എന്ന അർത്ഥത്തിൽ അഥവാ പകൽ എന്ന അർത്ഥത്തിൽ സങ്കല്പിക്കാൻ സാധിക്കുകയില്ല. മാത്രമല്ല, റമദാനിലെ അവസാന 10 രാവുകളിലാണ് ഏറ്റവും ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുവാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ. അതേപോലെ തന്നെ ഫിഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, എല്ലാ കാര്യങ്ങളും വേർതിരിക്കപ്പെടുന്നത് ആ ദിവസത്തിലാണ് എന്ന് പറഞ്ഞ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ അവസാന 10 രാവുകളിലാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ദിവസങ്ങളാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ അഭിപ്രായമായി കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. അഥവാ ഉൽ ബയാനിൽ ഇമാം ഷൻഖീതി റഹ്മഹുല്ലാ അതിനെ സംക്ഷിപ്തമായി കൊണ്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. നോക്കാം. മൊത്തത്തിൽ ഈ 10 രാവുകളെ സംബന്ധിച്ചുള്ള ഖുർആൻ വ്യാഖ്യാതാക്കളുടെ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ 3 അഭിപ്രായങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ 2 അഭിപ്രായങ്ങളാണ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലയുടെ തഫ്സീറിൽ നിന്ന് നാം വായിച്ചത്. ഇവിടെ അദ്ദേഹം 3 അഭിപ്രായങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഒന്നാമത്തേത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നതാണ്. രണ്ടാമത്തേത് മുഹറം മാസത്തിലെ 10 ദിവസങ്ങളാണ്. മൂന്നാമത്തേത് റമദാനിലെ അവസാന 10 രാവുകളാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ്. പ്രമാണങ്ങളിൽ 10 ദിവസങ്ങൾക്ക് ശ്രേഷ്ഠതയായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. പിന്നെ റമദാനിലെ 10 രാവുകളെ സംബന്ധിച്ചും പറഞ്ഞു. പക്ഷെ റമദാനിലെ 10 രാവുകളെ സംബന്ധിച്ച് പറഞ്ഞത് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന വിഷയത്തിലാണ് എന്നും പ്രസ്താവ്യമാണ്. അപ്പോൾ ഈ അധ്യായത്തിൽ സൂറത്തുൽ ഫജ്റിലെ ആദ്യ വചനത്തിലെ അൽ ഫജ്ർ എന്നതിന്റെ ഉദ്ദേശമായിക്കൊണ്ട് യൗമുൻ നഹറിലെ പുലരിയാണെന്ന് നമ്മൾ പഠിച്ചു. ഈ ആയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ലയാലിൻ അശ്ർ എന്ന രണ്ടാമത്തെ വചനത്തിലെ ആ ഒരു ഭാഗം, അതിന് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങൾ എന്ന അഭിപ്രായമാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് എന്ന് സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇമാം ഷൻഖീതി റഹ്മഹുല്ലാ സംക്ഷിപ്തമായി കൊണ്ട് പറഞ്ഞതായി കാണാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അൽ ഫജ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യൗമുൻ നഹർ ബലിപെരുന്നാൾ ദിവസത്തിലെ പുലരിയാണ് എന്നും വലയാലിൻ അശ്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലെ 10 ദിവസങ്ങളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് 3-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം.
വശഫ്ഇ വൽ വത്ർ, അഥവാ ഇരട്ടയും ഒറ്റയും തന്നെയാണ് സത്യം. വശഫ് എന്ന് പറഞ്ഞാൽ ഇരട്ട തന്നെയാണ് സത്യം. വൽ വത്ർ ഒറ്റ തന്നെയാണ് സത്യം. ഈ ഒരു വചനം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലും രണ്ട് രീതിയിൽ വിവക്ഷിക്കപ്പെടുന്നതായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ അഭിപ്രായം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സൃഷ്ടികളാണ്, രണ്ട് മതനിയമങ്ങളാണ്, ആരാധനകളാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്നാണ്. അഥവാ ഭൗതിക ലോകത്തുള്ള സൃഷ്ടികളാകട്ടെ, അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ള ആരാധനകളോ മതനിയമങ്ങളോ ഒക്കെ ആകട്ടെ, എല്ലാം തന്നെ ഒന്നുകിൽ ഇരട്ടയായിരിക്കും, അല്ലെങ്കിൽ അത് ഒറ്റയായിരിക്കും. അപ്പൊ ആ ഒരു സങ്കല്പത്തിൽ അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്ന അഭിപ്രായമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ അഭിപ്രായം നോക്കുകയാണെങ്കിൽ ഈ വചനത്തിലെ ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സൃഷ്ടികളാകുന്നു എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ സംബന്ധിച്ച് സൂറത്തു ദാരിയാത്തിൽ പറയുന്നുണ്ട്, വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. എല്ലാ വസ്തുക്കളിൽ നിന്നും നാം അതിനെ ഇരട്ടകളാക്കിക്കൊണ്ട് സൃഷ്ടിച്ചു എന്നതാണ്. ആ ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് സൃഷ്ടികളാണ്. സൃഷ്ടികളെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത് ഇരട്ടകളാക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് അവിടെ അർത്ഥമാക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ്. ഇനി ആയത്തിൽ പറഞ്ഞ വൽവത്ർ അഥവാ ഒറ്റ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് പറഞ്ഞു, ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിത്റാണ്, ഒറ്റയാണ്. അവൻ ഒറ്റയെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ആശയത്തിൽ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തന്നെയാണ്, അല്ലെങ്കിൽ സ്രഷ്ടാവിനെയാണ് എന്ന ആശയമാണ് അവിടെയുള്ളത്. അപ്പോൾ ഈ രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ ഏറ്റവും അനുയോജ്യമായ വിശദീകരണമായി നാം മനസ്സിലാക്കേണ്ടത് ഷഫ്അ അല്ലെങ്കിൽ ഇരട്ട എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളെയും ഒറ്റ അല്ലെങ്കിൽ വിത്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്രഷ്ടാവിനെയുമാണ് എന്ന അഭിപ്രായമാണ് ഇമാം ഷൻഖീതി റഹ്മഹുല്ല ഏറ്റവും അനുയോജ്യമായി കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിന്റെ കാരണവും അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. സൃഷ്ടികളിലെല്ലാം തന്നെ ഇണകൾ ആണ് എന്ന കാര്യം നമുക്ക് ബോധ്യമാണ്. ഇണകളായിക്കൊണ്ടല്ലാതെ സൃഷ്ടികൾക്കിടയിൽ ഒന്നും തന്നെ നിലനിൽക്കുകയില്ല എന്നതും വ്യക്തമാണ്. മനുഷ്യരാകട്ടെ, ജന്തുക്കളോ അല്ലെങ്കിൽ സസ്യങ്ങളോ മനുഷ്യർ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുമാകട്ടെ, മറ്റു ജീവനില്ലാത്ത വസ്തുക്കളും എല്ലാം തന്നെ ഇരട്ടകളാണ്, എല്ലാം ഇണകളാണ്. ഏതൊരു ധാതുവും അതിന്റെ നിലനിൽപ്പിനായി മറ്റൊന്നിലേക്ക് ആവശ്യക്കാരനുമാണ്. അപ്പോൾ സൃഷ്ടികളെല്ലാവരും ഇരട്ടകളാണ്, ഇണകളാണ് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ സൃഷ്ടികളെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവാകട്ടെ, അതിന്റെ എല്ലാം ഉടമയായുള്ള അള്ളാഹുവാകട്ടെ, അവൻ ഏകനുമാണ്, അവൻ ഒറ്റയുമാണ്. അവന്റെ നിലനിൽപ്പിനായി മറ്റൊരു വസ്തുവിലേക്ക് ഒരിക്കലും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആവശ്യക്കാരനല്ല. അവന് തുല്യനായോ പങ്കുകാരായോ ആരും തന്നെ ഇല്ല എന്നുള്ള വിശ്വാസം ഏറ്റവും അടിസ്ഥാനവുമാണ്. അതുകൊണ്ട് ഈ ആയത്തിൽ പരാമർശിച്ച വശഫ്ഇ വൽ വത്ർ എന്ന വചനത്തിന് ഈ ഒരു വിശദീകരണമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. ഷഫ്ഇ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടികളാണ്, വൽ വത്ർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്, അല്ലെങ്കിൽ സൃഷ്ടാവിനെയാകുന്നു എന്ന വിശദീകരണമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് എന്നാണ്. അതിന്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വൽ വത്ർ എന്ന പ്രയോഗം വത്ർ എന്നും വിത്ർ എന്നും അറബിയിൽ ഒറ്റ എന്ന അർത്ഥത്തിന് വേണ്ടി പറയാറുണ്ട്. രണ്ട് രീതിയിലും ഖിറാഅത്ത് വന്നതായും തഫ്സീറിൽ നമുക്ക് കാണാം. ഇനി നമുക്ക് നാലാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. വല്ലൈലി ഇദാ യസ്ർ, രാത്രി സഞ്ചരിച്ചു കൊണ്ടിരിക്കെ അത് തന്നെയാണ് സത്യം. വല്ലൈല് അഥവാ രാത്രി തന്നെയാണ് സത്യം. ഇദാ യസ്ർ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കെ, സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതാകുമ്പോൾ എന്നർത്ഥം. മഗ്രിബിന്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള സമയമാണ് രാത്രി എന്നുള്ളത്. അതിന്റെ ശ്രേഷ്ഠതയെ സൂചിപ്പിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ രാത്രിയെ തൊട്ട് സത്യം ചെയ്തു പറയുന്നത്. രാത്രിയിൽ നിർവഹിക്കപ്പെടുന്ന ആരാധനകൾ ഏറെ പ്രതിഫലാർഹമാണ്. ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിർവഹിക്കുന്ന തഹജ്ജുദ് നിസ്കാരങ്ങളാണ്. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. രാത്രിയുടെ 3/3 ഭാഗമാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തേക്ക്, സൃഷ്ടികളോട് അടുത്തു നിൽക്കുന്ന ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് അടിമകളോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമെന്നാണ്. മൻ യസ്അലുനി ഫഉതിയഹു, ആരാണ് എന്നോട് ചോദിക്കുവാനുള്ളത്, ഞാൻ അവർക്ക് നൽകുന്നതായിരിക്കും. മൻ യദ്ഊനി, ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത്, എന്നോട് തേടുന്നത് ആരാണ്, ഫഅസ്തജീബു ലഹു, ഞാൻ അവർക്ക് ഉത്തരം നൽകും. മൻ യസ്തഗ്ഫിറുനി, ആരാണ് എന്നോട് പാപമോചനം തേടുന്നത്,
ഫഅഗ്ഫിറു ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കും. അപ്പൊ നമ്മൾ ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ഇഹപര ലോകത്തേക്ക് ഉതകുന്ന നന്മകൾ ആവശ്യപ്പെടുവാൻ ഈ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അപ്രകാരം രാത്രിയുടെ മഹത്വം ഉണർത്തിക്കൊണ്ട് അത് ആരാധനകളുടെ വേദിയാണ് എന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് രാത്രിയുടെ സഞ്ചാരം എന്ന പ്രയോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നടത്തിയിട്ടുള്ളത് എന്നാണ്. ഇനി 5-ാമത്തെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ, അതിൽ അഥവാ മേലെ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ, ഈ 4 കാര്യങ്ങൾ, അതിലെല്ലാം തന്നെ കാര്യബോധമുള്ള ആളുകൾക്ക് സത്യത്തിന് വകയുണ്ടോ? ഒരു ചോദ്യ രീതിയിലാണ് ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഈ ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്ത് പറഞ്ഞു. ഫജറിനെ കുറിച്ച്, പുലരിയെ കുറിച്ച് പറഞ്ഞു, 10 രാവുകളെ സംബന്ധിച്ച് പറഞ്ഞു, ഒറ്റയെയും ഇരട്ടയെയും സംബന്ധിച്ച് പറഞ്ഞു, രാത്രിയെ സംബന്ധിച്ച് പറഞ്ഞു. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ കാര്യബോധമുള്ള ആളുകൾക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് സത്യത്തിന് വകയുണ്ടോ എന്നാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അവർക്ക് അതിലൂടെ സത്യം തേടുവാൻ സാധിക്കും, മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ അവർക്ക് വലിയ ദൃഷ്ടാന്തങ്ങളാണ്, തിരിച്ചറിവുകൾ ഉണ്ടാക്കിത്തരുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന കാര്യമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യബോധമുള്ളവന് അല്ലെങ്കിൽ ബുദ്ധിയുള്ളവന് എന്ന ആശയം കിട്ടാൻ വേണ്ടിയിട്ട് ലിദി അഖൽ അല്ലെങ്കിൽ ലിദി ലുബ്ബിൻ, ലിദി ഹൈജ എന്ന പദങ്ങളൊന്നും തന്നെ പ്രയോഗിക്കാതെ ലിദി ഹൈജർ എന്ന് പ്രയോഗിച്ചത് ഏറെ ശ്രദ്ധേയമാണ്. കാരണം അവിടെ അഖൽ എന്ന്, ലുബ് എന്ന്, ഹൈജ എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധി എന്ന് പൊതുവെ അറബിയിൽ ഉപയോഗിക്കാറുള്ള പദങ്ങളാണ്. പക്ഷെ അതൊന്നും ഉപയോഗിക്കാതെ ഹൈജർ എന്നാണ് അവിടെ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത്. ഹൈജർ എന്ന പദം നമ്മൾ ഡിക്ഷണറി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ചുമര് അല്ലെങ്കിൽ മറ, തടസ്സം തുടങ്ങിയുള്ള അർത്ഥങ്ങളൊക്കെ നൽകപ്പെടുന്നതായി കാണാം. ഹൈജർ, ഹുജർ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് അതിന് അർത്ഥം നൽകപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം, വയഖൂലൂന ഹൈജറൻ മഹ്ജൂറ, കർക്കശമായ വിലക്ക് എന്നൊരർത്ഥം അവിടെയുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ തന്നെ മറ്റു വേറൊരു വചനത്തിൽ കൂടിയും ആ ഒരു അർത്ഥം നമുക്ക് കാണാൻ കഴിയും. 53-ാമത്തെ ആയത്ത് അതിലുണ്ട് ഹൈജറൻ മഹ്ജൂറ എന്ന് പറയുന്നത്. അതായത് കർക്കശമായ വിലക്ക് അല്ലെങ്കിൽ തടസ്സം എന്നൊരർത്ഥമാണ് അതിനവിടെ വ്യാഖ്യാതാക്കൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ പൊതുവെ ഹിജർ എന്നതിന് ആ ഒരു രീതിയിലാണ് അർത്ഥം നൽകപ്പെടാറുള്ളത്. അഥവാ തടസ്സം അല്ലെങ്കിൽ മറ, ചുമർ, വിലക്ക് എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളാണ് അതിന് നൽകപ്പെടാറുള്ളത്. പക്ഷെ ഈ അർത്ഥങ്ങളെല്ലാം പരസ്പരം സാദൃശ്യമുള്ളതുമാണ്. എങ്ങനെയാണ് അത് സാദൃശ്യമുള്ളതായി മാറുന്നത്? ഇവിടെ കാര്യബോധമുള്ളവന് എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് ഹിജർ എന്ന പദം ഉപയോഗിച്ചു എന്ന ആശയം നമ്മൾ ഒന്നുകൂടി ആലോചിക്കുകയാണെങ്കിൽ അതിന് പണ്ഡിതന്മാർ നൽകുന്ന അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, അഥവാ നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിന് യോജിക്കാത്തതും അതിന് വൈകല്യമുണ്ടാക്കുന്നതുമായ കാര്യങ്ങളിൽ നിന്നും ഒരു മനുഷ്യനെ തടഞ്ഞു നിർത്തുന്ന നമ്മെ തടഞ്ഞു നിർത്തുന്ന ഏറ്റവും വലിയ തടസ്സമാണ് എന്ത്? നമ്മുടെ ബുദ്ധി, നമ്മുടെ തിരിച്ചറിവ്, നമ്മുടെ കാര്യബോധം എന്നുള്ളത്. നമ്മുടെ വ്യക്തിത്വത്തിനോ നമ്മുടെ മതത്തിനോ ഒന്നും നിരക്കാത്തതായുള്ള കാര്യങ്ങൾ നമുക്ക് തടഞ്ഞു നിർത്താൻ നമ്മൾ എടുക്കുന്ന ഏറ്റവും വലിയ ആയുധം, ഏറ്റവും വലിയ തടസ്സമാണ് ഈ പറഞ്ഞ ബുദ്ധിയും വിവേകവും തന്റേടവും തിരിച്ചറിവും കാര്യബോധവും എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ. അപ്പൊ അത് ആ രീതിയിൽ തന്നെ അതിനെ ഉപയോഗിക്കുന്ന, ബുദ്ധിയെ ഉപയോഗിക്കുന്ന, കാര്യബോധത്തെ ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്ക് ഈ പറഞ്ഞ ദൃഷ്ടാന്തങ്ങൾ വലിയ സംഭവം തന്നെയാണ്. അതവർക്ക് വലിയ ഗുണം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കും എന്ന ഒരു വലിയ ആശയമാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്നാണ്. ഹിജ്ർ എന്ന പ്രയോഗത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആശയമാണ് മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് പകർന്നു നൽകുന്നത് എന്നാണ്. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു കാര്യബോധം ഇത് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും മനുഷ്യനല്ലാതായി മാറുന്നത്. അതിന് വൈകല്യം സംഭവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അധർമ്മകാരിയായി മാറുന്നത്, അവൻ അവിവേകിയായി മാറുന്നത്, തിരിച്ചറിവില്ലാത്ത കുത്തൊഴുക്കിൽപ്പെട്ട ചണ്ടികളായി മാറുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോഴാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കൃത്യമായ തിരിച്ചറിവോടുകൂടിയുള്ള ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ പാപങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.